ഇന്ന് ദോശയാണ് കേട്ടോ. ഒരു ഉലുവ ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതിൽ 1 കപ്പ് പച്ചരി 7 മണിക്കൂർ കുതിർത്തതാണ്. ഒരു കപ്പ് നിറച്ചെടുത്തു. ഈ കപ്പിനായിട്ട് 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് പച്ചരി. ഒരു 1/4 കപ്പ് ഉലുവ, അതൊരു 7 മണിക്കൂർ കുതിർത്തതാണ്. ഇതേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ. കുതിർന്നപ്പോൾ കൂടുതൽ പോലെ ഉണ്ട്. അത് കുതിർന്നിട്ടാണ് 1/4 കപ്പ് കറക്റ്റായിട്ട് എടുക്കണം. നന്നായി അരച്ചിട്ട് വരിക, നല്ല പോലെ അരയണം. നമ്മൾ അരി അരച്ചിട്ട് വന്നു, കണ്ടോ, നന്നായി അരക്കണം കേട്ടോ. ഐസ്ക്രീം വരുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി കലക്കി വെക്കണം. ഐസ്ക്രീം പോലെയാവും നാളേക്ക്. പിന്നെ നല്ല കൈ വെച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ. പൊന്തി വരുമോ? അടിപൊളി ദോശ. ഇത് കാലത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ രാത്രിയാണ് അരച്ച് വെക്കുന്നത്. ഇനി രാവിലെ ഉണ്ടാക്കാം. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല ദിവസം. തൈപ്പൊങ്കലാണ്. അല്ല തൈപ്പൊങ്കലാണ്, മകരപ്പൊങ്കലാണ്. എല്ലാവർക്കും പൊങ്കൽ ആശംസകൾ. പ്രസാദം കിട്ടി. ഇന്നലെ അരച്ച് വെച്ച ഉലുവ ദോശയ്ക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ. വളരെ എളുപ്പത്തിലൊരു ചമ്മന്തിയാണ്. കാന്തി ചമ്മന്തി. ഗാന്ധി എന്നും പറയും, ഗാന്ധി എന്നും പറയും. ശരിക്കും നമുക്ക് പാലക്കാട് സ്പെഷ്യലാണ് ഈ ചമ്മന്തി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കട്ടെ. നല്ല നല്ല ഉള്ളി ഇട്ടാണ്. ഞങ്ങൾ പൊങ്കലായിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് പ്രസാദമൊക്കെ തോന്നുന്നു തന്നെ. അതെ അതെ, പൊങ്കൽ പ്രസാദം നല്ല രസമുണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ട്. പിന്നെ കഴിച്ചിട്ടിരിക്കുക. അത് കഴിച്ചിട്ട് നന്നായിട്ട് പറഞ്ഞു. മധുരം കറക്റ്റ്, ആൾക്കും മധുരം കുറവും ചെയ്യും. എനിക്ക് പറ്റിയ മധുരമാണ്. ഒരു കൈ എടുത്തിട്ട് വരാം കേട്ടോ. നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ഒരു 10 ചെറിയ ഉള്ളി, ഒരു 6-7 വറ്റൽമുളകും, ആവശ്യത്തിന് ഉപ്പ്, 3 കൂടി നന്നായി അരച്ചിട്ട് വരാം. ചമ്മന്തി അരച്ചിട്ട് വന്നു കേട്ടോ. എന്താ ഗാന്ധി 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 അല്ല കാന്തി. കാന്തി മതി. കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അടിപൊളി ചമ്മന്തി ഇട്ടത്. ഇനി ദോശ ഉണ്ടാക്കിയെടുക്കുക. ഇത് ഇന്നലെ അരച്ച് വെച്ച മാവ് കേട്ടോ. ഉലുവിട്ടിട്ട് ഐസ്ക്രീം പോലെ. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കുക. ഇന്നലെ അരച്ച് വെച്ച മാവാ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയെടുക്കണം. കയ്പൊന്നുമില്ല. കയ്പുണ്ടാവില്ല. സൂപ്പർ ദോശ. കാണുമ്പോൾ ഐസ്ക്രീം പോലെ തോന്നും, പക്ഷെ ഉണ്ടാക്കുമ്പോഴും വെള്ളം ഒഴിച്ചാലൊന്നും ആവില്ല കേട്ടോ. വഴുവഴുപ്പുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒരുപാട് വലുപ്പം വേണ്ട കേട്ടോ. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയാകുമ്പോൾ നല്ല മണമാണ്. ഇരുമ്പുകല്ലാണെങ്കിൽ സൂപ്പറാണ്. ഇരുമ്പുകല്ല് അപ്പോഴത്തെ കാറ്റാണ്. അടച്ചു കൊടുക്കുക കേട്ടോ. സൂപ്പർ ദോശ കേട്ടോ. തിരിച്ചും മറിച്ചും മൊരിച്ചെടുക്കണം. നല്ല മയമുണ്ട്. ഒരിക്കലും കഴിക്കില്ല കേട്ടോ. കയ്പ്പ് രസം വരില്ല. മൊരിച്ചെടുക്കണം. മൊരിയട്ടെ. മൊരിഞ്ഞു കൂട്ടാ. കുറച്ച് മാവ് വെച്ചാൽ മതി.
കുറച്ച് മാവ് ഒഴിച്ചിട്ട് മൊരിയിച്ചെടുക്കാം. മതി. നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വേഗട്ടെ. നമുക്ക് പരിപ്പും തക്കാളി കറി വയ്ക്കാം. കുറച്ച് തോരപ്പരിപ്പ് കഴുകിയതാണ് കേട്ടോ. ഇതിലേക്ക് 2 തക്കാളി വലുത്, ഒരു 3 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് മതി. 2 വിസിൽ വരട്ടെ. പരിപ്പ് എന്താ നോക്കാം. പരിപ്പ് വന്നിട്ടാണ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അടിപൊളിയായിട്ട് വന്നു. ഇവിടെ ഇരിക്കട്ടെ. ഒന്ന് താളിച്ചെടുക്കാം. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത്രയും മതി. ചൂടാവട്ടെ എണ്ണ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക്, കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, ഉള്ളിയൊന്ന് മൂട്ടി വെക്കാം. ഉള്ളി മൂട്ട് വന്നു. ഈ പരിപ്പും തക്കാളിയും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. സൂപ്പർ കറി എടുത്തത്. സിമ്പിളായിട്ട് കറി. അല്ല, നല്ലൊരു ഒഴിച്ച് കറിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഓഫാക്കി. അപ്പുറത്തെ വീട്ടിൽ പൊങ്കൽ പ്രസാദം തന്നതാണ് കേട്ടോ. വേണ്ട, ഇന്ന് പൊങ്കലല്ലേ. ഞാൻ കഴിച്ചു കുറച്ചതാണ് ഞാൻ ഇരിക്കുന്നത്. പുള്ളി കഴിച്ചു കേട്ടോ. എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. ബാലരമ്മ കേട്ടോ, പേപ്പറുകാരെ കൊണ്ടുവന്നതാണ്. ഇവിടെ ബാലരമ്മ വായിക്കുന്നത് ഉണ്ണി വായിക്കരുത്. ഗുണമാവയ്ക്ക് വായിക്കാനാ. നല്ല കാന്തി ചട്നി, ഉലുവ ദോശ, സൂപ്പർ ടേസ്റ്റാണ്. വേഗട്ടത്. നല്ല സോഫ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കയ്പ്പ് രസമില്ല, ഒന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.